ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യം തന്നെ കമന്റ് ചെയ്യും, നിങ്ങൾ എത്രയാണ് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ SIP അല്ലെങ്കിൽ അതുപോലെ ഷെയറും മ്യൂച്വൽ ഫണ്ടോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്രയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അതൊന്ന് കമന്റ് ചെയ്യും. ഇനി ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമന്റ് ചെയ്യാൻ, നിങ്ങൾക്കുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിനു മുൻപ് നമുക്ക് എങ്ങനെ ഒരു റിസ്ക് ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. പരമാവധി ലോസ് എപ്പോഴും കുറവായിരിക്കും. ലോങ് ടേം എപ്പോഴും ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതലും കിട്ടും. അതുപോലെ തന്നെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ, അതായത് പല പല ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 2-3 ഷെയർസ് ലോസിൽ വന്നാലും ബാക്കിയുള്ളതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ SIP ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് മന്ത്ലി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കുറവായിരിക്കും. അത് വെച്ച് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അതിന് റിട്ടേൺ കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന എമൗണ്ട് ഒരു പാസീവ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം. അതായത് ഈ ഒരു എമൗണ്ട് മന്ത്ലി നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി വെക്കുന്നത് നമുക്കൊരു അധിക ചെലവോ അല്ലെങ്കിൽ ഒരു ബേർഡനോ ആവാൻ പാടില്ല. ഇങ്ങനെയുള്ളത് ലോങ് ടേം ചെയ്യുന്നത് വളരെ ബെറ്റർ ആണ്. ഇനി